ശ്വാസം പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അല്ലേ ഗൈസ്? തിരക്ക് നോക്ക് ഗൈസ്, വൻ നഷ്ടമായി പോയല്ലേ? നിനക്ക് എന്താ പറയാ? ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് ഒരു അടിപൊളി ഡേ ആണ്. അപ്പൊ ഇന്ന് താണ്ട് നമ്മൾ രാവിലെ ഒരു സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. റിജിനുണ്ട്, ഹായ്. ഏയ് ഡോൾസ് ഉണ്ട്, ഹായ്. അപ്പൊ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. മൽഹോ വരണം എന്ന് വിചാരിച്ചു, പക്ഷെ അവൻ വന്നില്ല. അവൻ എവിടെയോ കോടതിയിൽ പെട്ടിടക്കാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ കേസിൽ പെട്ടെന്നാണ്, ഏതോ കട്ടിനടിയിൽ. അല്ലല്ല, കൊലക്കേസാ, അത് ഉറപ്പല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ കാണാൻ പോകുന്ന പടം ഓഫ് കോഴ്സ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. എന്താണ്? മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടമാണ് ഗൈസ്. അപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഒക്കെ പടമാണ്, ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ കേൾക്കണ ഡബിൾ റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് ഒക്കെ എടുത്ത് പോവാന്ന്. പിന്നെ ഗൈസ് ഒരു 8ന്റെ പണിയിട്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി പഞ്ചറല്ലേ ഗൈസ്? വണ്ടി ഇടിച്ച് പൊളിഞ്ഞ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ട് കാണും. അപ്പം വണ്ടിക്ക് പണി കിട്ടി ഗൈസ്, വണ്ടി ഷോറൂമിലാണ്. അപ്പോൾ അത് റെഡിയാക്കി കൊടുത്തേക്കാണ്. അതുകൊണ്ട് വണ്ടി ഇല്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ റിജിൻ കാറിൽ വന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുക. ടിക്കറ്റ് കിട്ടുമായിരിക്കും എന്ന് എനിക്കും തോന്നുന്നു. പക്ഷേ ബുക്കിംഗ് ഒക്കെ ഭയങ്കര ഫില്ലിംഗ് ആണ് ഗൈസ്. 2 മണിക്കൂർ മുമ്പൊക്കെ ഫുൾ ടിക്കറ്റ് സെയിലായി പോകുന്നു പറഞ്ഞു. പ്രണവത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഈ പാപ്പം ഭയങ്കര സ്ലോ ഗൈസ്. പടം തുടങ്ങിയാലും അവിടെ എത്തത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. അതുപോലെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാണ്. എദർ അല്ലേ ഡോൾസ്? അല്ലേ? ഇത് തീരുമാനം മാറ്റിയാ ഗൈസ്? ഞങ്ങൾ എദർ എടുക്കാൻ പോവാണ്. അതിന്റെ അത് എടുക്കട്ടെ. ആദ്യം ലോൺ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം. ലോൺ കിട്ടിയാൽ എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ എടുക്കത്തില്ല. യെസ്, ഇല്ലെങ്കിലും എടുക്കുക ഗൈസ്. യെസ്, എന്ത് വിറ്റിട്ട് ഈ വണ്ടി വിറ്റിട്ടായാലും ഞങ്ങൾ എടുക്കുക ഗൈസ്. ഈ വണ്ടി ഗൈസ്. അപ്പൊ ഏത് കളറാണ് ഞങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ ആ ഒരു ഇതിൽ കാണുന്ന കളേഴ്സ് ഉണ്ടോ? അതുകൂടാതെ വൈറ്റും കൂടെ അവൈലബിൾ ആണ്. സോ ഏത് കളറായിരിക്കും ഞങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഗൈസ് വണ്ടി പോയതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. കാരണം ഏതോ ഒരു പരനാറി കൊണ്ടുവന്ന് ഇടിച്ചാണ് ഗൈസ്. രാത്രിയിൽ ഞാൻ ഒതുക്കിയിട്ടിരുന്ന എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ച് പൊളിച്ചു വന്ന് കുറേ സാധനങ്ങൾ മാറ്റണം, ബമ്പർ മാറ്റണം. ഞാൻ ആ വണ്ടിയുടെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ മൊത്തം പൊളിഞ്ഞടക്കി കിടക്കുന്നുണ്ടോ? ഫോഗ് ലാമ്പ് പോയി, അതുപോലെ ബമ്പർ ഫുള്ള് പോയി ഗൈസ്. അപ്പം എന്തായാലും സാഡാണ് ഗൈസ്, പക്ഷെ കുഴപ്പമില്ല. എനിവേ നമ്മൾ ഇന്ന് പടം കണ്ട് ചില്ല് ചെയ്യാൻ പോവാണ്. പോയിട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ സീറ്റ് ഇതാണ് കേട്ടോ. സെറ്റല്ലേ ഗൈസ്? തിയേറ്റർ ഫുൾ ആളാണ് ഗൈസ്. ആൻഡ് ഇതിന് ഒരുപാട് പേരുണ്ട് ഗൈസ്. നമ്മുടെ പിള്ളേർ അയ്യോ മൽഹോയ്ക്ക് ഷോപ്പ് അടിക്കും ഗൈസ്. മൽഹോയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം പടം മൽഹോയുടെ ഒന്നോന്ന് കാണുക. പടം കണ്ടിട്ട് വരാൻ ഗൈസ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് അവസാനം പറയാവേ. മൽഹോ ഈസ് ഹിയർ ഗൈസ്. എടാ നീ നീ എവിടെ ആയിരുന്നു? എടാ മൽഹോനെ പോലീസ് പിടിച്ചു ഗൈസ്. നമുക്ക് സീറ്റ് ഷെയർ ചെയ്യണം. എന്താ? എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പേടിയാവുന്നതാ. പറ നീ വരുന്ന ഗൈസ്. ഇവൻ വന്നപ്പോ ലേറ്റ് ആയി പോയി ഗൈസ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് പടം? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? റത്തുവിൻ്റെ കയറിയാ? നിനക്ക് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ഹാഫ്? അടിപൊളിയാണോ? അതെ. പക്ഷെ ഭയങ്കര സർവൈവൽ എന്തൊക്കെയൊക്കെ തുടങ്ങുന്നേ ഉള്ളു. പക്ഷെ തിയേറ്റർ ഉള്ള അല്ലേ ഗൈസ്? മൽഹോതല്ല അവിടെയാണ് ഗൈസ് ഇരിക്കണേ. ലേറ്റ് ആയിട്ട് വന്ന് ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയി വരുക. എങ്ങനെയുണ്ടോ പടം? രക്ഷയില്ല ഗൈസ്. തിരക്ക് നോക്ക് ഗൈസ്. ഇതൊക്കെ കണ്ടിറങ്ങിയ പിള്ളേരാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ആ പറ. ഏതാ? വൻ നഷ്ടമായി പോയല്ലേ? നിനക്ക് എന്താ പറയാ? ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി ഏത് എക്സ്ട്രീം വരെ അവര് ഈ പടത്തിൽ ഓൾറെഡി ആ ഡയലോഗ് പറയുന്നുണ്ട്. അല്ല ഡയലോഗ് അല്ല, അവൻ ശ്രീനാഥ് ബാസി പറയുന്നുണ്ട് അല്ലേ? ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അയ്യോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് എനിക്കിപ്പോഴും ശ്വാസം പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അല്ലേ? ശ്വാസം പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയാൻ കാരണം ഒരു സർവൈവൽ സിനിമ. നിങ്ങൾ എന്തായാലും കുറെ ഇത് കണ്ടു കാണാം. രക്ഷയില്ല. ഞാനൊരു 5 ലിറ്റർ വെള്ളമൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങും. പാപ്പിന് വെള്ളം കൊടുത്ത് കൊണ്ടുവരണ്ടേ? ഞങ്ങളുടെ കൂടെ വരാതെ ഏട്ട് പെമ്പിള്ളാരുമായിട്ട് ഇല്ലടാ പാപ്പാ സിനിമ കാണാൻ വന്ന് നടക്കല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? പിന്നല്ല, ഒരു രക്ഷയില്ലല്ലേ? എനിക്ക് ആ കണ്ടിറങ്ങിയിട്ട് ആ ഫീല് പോകണുള്ള കൈസ്. അതാണ്. ട്രിപ്പ് പോയാലോ? പോയല്ലോടാ, ഗുണാക്കേവിലോട്ട് പോയല്ലോടാ? ഇല്ല എടേ, മറ്റേ മസനഗുഡി വഴി ഊട്ടി അറിയോ? അതുപോലെ ഇപ്പൊ ട്രെൻഡിങ് ആവും ഗുണാക്കേവ്. എടാ വിടാ, വണ്ടി എടുക്കാം. എന്റെ വണ്ടിയില്ല പാപ്പ, വണ്ടി ഇറ ഗുണാക്കേവിലോട്ട് ഇറ. ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. നോക്കേ
തിയേറ്ററിലൊക്കെ അല്ലേ ഫുള്ളായിരുന്നു തിയേറ്റർ. അതാ ചുമ്മാ അല്ല ടിക്കറ്റ് കിട്ടാത്തത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വന്നാണ് കയറിയത്. മലോ താഴെ ഇരുന്നല്ലേ ഉണ്ട്, കാരണം ബാൽക്കണി ഫുള്ള്. ഇപ്പൊ അതാ നോക്കിയതാ ഈ പോകുന്ന എല്ലാം കോളേജ് പിള്ളേരാട്ടോ. ഇപ്പൊ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗത്തിന് അത്ര ആളില്ല, പക്ഷെ അതിൽ കൂടുതൽ ആള് ഈ 2 പടത്തിനായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ? സിംഗ് വിത്ത് മീ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും തടിതമേ. പോട്ടറാ ടാറ്റാ ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞ സ്കൂൾ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. ഇവിടെ എങ്ങനെയുണ്ടോ കമലഹാസന്റെ ഒരു സിനിമ ഇതിനകത്ത് ഇവിടെ ഷൂട്ട് ചെയ്തല്ലേ? ആ കമലഹാസന്റെ ഗുണ ഇവ എന്താണ് ഈ പറയുന്നത്? നീ മിണ്ട് എടാ. പിന്നെ ആദ്യം തൊട്ട് എന്ത് പറയുന്നത്? അതിന്റെ പേരാണ് ഗുണ, അതിലെ പാട്ടാണ് കൺമണി അൻപോട്. അല്ലല്ല അതല്ല, പിന്നെ സിനിമ പേര് വേറെന്തോ. ആ സിനിമയുടെ പേരാണ് ഗുണ. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈകിട്ട് ചെയ്യാണ്. കാരണം അവന്മാർക്കല്ല വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അല്ലേ? പാപ്പ വീട്ടിൽ പോകണം. അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നത്. അപ്പൊ അവൻ വീട്ടിൽ കയറി. നമുക്ക് വല്ലതും കഴിക്കാനുണ്ടോ? നമുക്ക് വീട്ടിൽ കഴിക്കാനുണ്ട്. മലോ വീട്ടിൽ പോകണോ? ഡയറ്റ് ആണോടാ? ഡയറ്റാ ഇത് കണ്ടിട്ട് ഡയറ്റ്. അജിത്താടാ? ഞാൻ വീട്ടിൽ പോവാ. പ്രത്യേകിച്ച് അവൻ എത്ര ആഴ്ചയാടാ അവൻ ജിമ്മി വന്നിട്ട്? 2 വീക്ക്. ബുധനാഴ്ച വരുമല്ലോ. നമ്മള് പറ കേട്ടിട്ടുള്ള ആള് ഇത് നീ വരുമ്പം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. തിങ്കളാഴ്ച രാവിലെ ഞാൻ എത്തിയിരിക്കും. ഓക്കെ, നീ തിങ്കളാഴ്ച രാവിലെ എത്തുമല്ലോ എന്നുള്ളത് ഞാൻ മിനി വ്ളോഗ് ഇടുന്നതായിരിക്കും ഗൈസ്. 5:45 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓ ആര് പാപ്പി, നീ ആരോടാ വർക്കൗട്ട് ചെയ്യുന്നേ? ആ കണ്ടാടാ കണ്ടാ കാരണം അവൻ എന്നെ നന്നാക്കി എടുത്തോണ്ടിരിക്കുക. 5:45 എത്ര മണിയായി? ഇപ്പം 6:30. ഇനി പയ്യെ അത് ഡെവലപ്പ് ചെയ്ത ആറാക്കും അല്ലേ പോളൂ? അതിന് മുകളിലോട്ട് ആക്കാൻ പറ്റത്തില്ല. അല്ലെ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്താണെന്നറിയോ, ഇതുപോലൊരു ത്രില്ലർ പടമല്ല, ഇതിന് എന്താ പറയുന്നത്, റിയൽ സ്റ്റോറി, അതായത് സർവൈവിങ് ഫിലിം കുറച്ച് നാളായെന്ന് തോന്നുന്നില്ലേ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കാണുക. കിടിലം പടമാണ്. അപ്പോൾ ഒരു ഷോർട്ട് വ്ളോഗാണ്, നമ്മളെല്ലാവരും ഒന്ന് വൈബ് അടിച്ച വ്ളോഗാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും. പവർ ഇല്ല, കമോൺ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.